ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ഇൻഫർമേഷണൽ വീഡിയോ ആയിരിക്കും. സംഭവം എന്ന് വെച്ചാൽ ഈ ചാനൽ ഞാൻ ഓൾറെഡി ഒരു ആൻഡ്രോയിഡ് ഫോൺ കളഞ്ഞു പോയാൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റീസെൻ്റ്ലി കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ അതിന് കിട്ടുന്നുണ്ടായിരുന്നു. കുറച്ച് അട്രാക്ഷൻ ആ വീഡിയോയിൽ വന്നു. അതുകൂടാതെ റീസെൻ്റ്ലി എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു ഫോൺ നഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു കാര്യത്തോടെ ബേസ് ചെയ്തിട്ട് എനിക്കൊരു കാര്യം തോന്നി. ഫോൺ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യാമെന്നാണ് ഞാൻ വീഡിയോ ചെയ്തത്. ഫോൺ നഷ്ടപ്പെടുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നൊരു വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം മിക്കവരും അതിൽ അവെയർ അല്ല. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊരു വീഡിയോ അതൊരു ഷോർട്സിൽ നിൽക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും മാക്സിമം ഷോർട്ടാക്കി നിർത്താൻ നോക്കാം. അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് പറ്റിയ ഇൻസിഡൻറ്റ് എന്താണെന്ന് വെച്ചാൽ അവന് ഇതൊക്കെ ഫോൺ നഷ്ടപ്പെട്ടു. അപ്പോൾ എങ്ങനെ ട്രാക്ക് ചെയ്യാം എന്നുള്ള കാര്യം ചോദിച്ചു എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ആ ഒരു യൂട്യൂബ് ആ ഷോർട്ട് ഞാൻ ചെയ്ത് അത് ബേസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഇതൊക്കെ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന സംഭവമുണ്ട് ആൻഡ്രോയിഡ് ഫോൺസിനകത്ത്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതായത് ആ ഒരു ഫോണിൽ ലോഗിൻ ആയിട്ടുള്ള ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ഈ ഫൈൻഡ് മൈ ഡിവൈസ് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു ഫോണിൻ്റെ ലൊക്കേഷൻ, ബാറ്ററി സ്റ്റാറ്റസ്, ഇനിയിപ്പോൾ നമ്മൾ അടുത്തുകൊണ്ട് നമുക്കത് റിംഗ് ചെയ്ത് അത് ഇൻ കേസ് ആ ഫോൺ സൈനിലാണെങ്കിൽ പോലും നമുക്ക് റിംഗ് ചെയ്ത് ഫോൺ ലൊക്കേറ്റ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട് അതിനകത്ത്. ഇതാണ് അതിൻ്റെ ബേസിക് കാര്യം. പക്ഷേ നമ്മൾ തന്നെ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്കതൊരു പ്രശ്നമായിട്ട് വരും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കേസിൽ നമുക്കൊന്ന് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അതേ ഗൂഗിൾ അക്കൗണ്ട് വേറെ ഡിവൈസിൽ ലോഗിൻ ചെയ്യാൻ നോക്കിയപ്പോൾ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ ചോദിച്ചു. അപ്പോൾ ഈ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പലരും ഉപയോഗിക്കുന്ന സാധനമാണ്. അതായത് നമ്മൾ വേറെ നമ്പർ, ആൾട്ടർനേറ്റീവ് നമ്പർ കൊടുക്കും, അല്ലെങ്കിൽ നമ്മുടെ ഓൺ മൊബൈൽ നമ്പർ ആയിരിക്കും മിക്കവരും കൊടുക്കുന്നത്. ഇത് പ്രശ്നം അതാണ്, നമ്മൾ മിക്കവരും നമ്മുടെ ഓൺ മൊബൈൽ നമ്പർ തന്നെ ആയിരിക്കും 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ കൊടുക്കുന്നത്. അതായത് നമ്മൾ ആ അക്കൗണ്ടിലോട്ട് ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലോട്ടൊരു മെസ്സേജ് വരും. ആ മെസ്സേജിനകത്തുള്ള OTP അടിച്ചു കൊടുത്താലേ ലോഗിൻ ആകത്തുള്ളൂ. അപ്പോൾ ഈ ഫോണാണല്ലോ മിസ്സായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ OTP കിട്ടാൻ വഴിയില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു ആൾട്ടർനേറ്റ് നമ്പറിലോട്ട്, അതായത് ഈ ഫോണിലല്ലാത്ത മറ്റേതൊരു ഫോണിലുള്ള സിമ്മിലോട്ട്, അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള ആൾക്ക് ഒരു നമ്പറിലോട്ട് നമ്മൾ ഒരു ആൾട്ടർനേറ്റ് നമ്പർ ആഡ് ചെയ്യുക ഗൂഗിൾ അക്കൗണ്ടിൽ. അപ്പോൾ നമുക്ക് OTP സെൻഡ് ചെയ്യുമ്പം ആ നമ്പറിൽ ഒന്നില്ല നമ്മൾ ഇൻ കേസ് മിസ്സായ ഒരു അവസ്ഥയിലാണെങ്കിൽ എങ്ങനെയല്ല ആ പുള്ളിയെ കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് OTP ഇട്ടിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബട്ട് എന്തോ ഭാഗ്യത്തിന് ഇവൻ ഈ അക്കൗണ്ടിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവൻ ആ ഒരു വ്യക്തിയെ വിളിച്ചിട്ട് ആ ഒരു OTP നമ്പർ അടിച്ച് ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്തപ്പം ഫോൺ ലാസ്റ്റ് നെറ്റിൽ കണക്റ്റ് അയക്കുന്ന 2 hours ago ആണ്. അപ്പോൾ ഈ 2 hours ago ഉള്ള ഒരു ലൊക്കേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നേക്കാവുന്ന 2 കാര്യം എന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ഇപ്പോൾ നിലവിൽ ആ ഫോൺ ഒരു നെറ്റ്വർക്ക് ഉള്ളൊരു ഏരിയയിലല്ല, ഫോണിൽ നെറ്റ്വർക്ക് കണക്റ്റഡ് ആയിട്ടില്ല, അല്ലെങ്കിൽ ഈ ഫോൺ കിട്ടിയ ഒരു വ്യക്തി അതിൻ്റെ നെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടാവും. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടാവാനാണ് ചാൻസ്. കാരണം നമ്മൾ വിളിച്ച് നോക്കിയപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു കേസിൽ ഫോൺ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുമ്പോൾ ഈ ഫോണിൻ്റെ IMEI നമ്പറുണ്ട്. അത് നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ ഫോൺ മേടിക്കുന്ന ബോക്സിനകത്ത് അത് കാണും, അല്ലെങ്കിൽ ഫോണിനകത്ത് *#06 അടിക്കുമ്പോൾ ആ ഒരു IMEI നമ്പർ കിട്ടും. ഇൻ കേസ് ഫോൺ മിസ്സായ കേസിൽ ഈ ഫൈൻഡ് മൈ ഡിവൈസ് ലോഗിൻ ചെയ്താൽ അതിനകത്തും IMEI നമ്പർ കിട്ടും. ഇത് വെച്ചിട്ട് നമുക്ക് പോലീസിന് ഈ ഒരു IMEI നമ്പർ ഷെയർ ചെയ്തിട്ട് നമുക്ക് ആ രീതിക്ക് ട്രാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കേസ് കൊടുത്ത് അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. ബട്ട് എനിക്കതിൽ വലിയ വിശ്വാസമുള്ള കാര്യമൊന്നുമില്ല. സോ എനിവേ ആ ഫോൺ ഇപ്പോഴും നല്ല കിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ സിറ്റുവേഷൻ വന്നാൽ അത് നമ്മുടെ ഫോൺ എടുത്തുകൊണ്ട് പോയൊരു വ്യക്തി സ്വിച്ച് ഓഫ് ചെയ്യാൻ നമുക്ക് ഈ ഫോൺ എങ്ങനെ തിരിച്ചെടുക്കാം, തിരിച്ചെങ്ങനെ ലൊക്കേറ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ ഈ ഫൈൻഡ് മൈ ഡിവൈസ് തന്നെയാണ്. ബൈ ഡിഫോൾട്ട് എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും അത് എനേബിൾഡ് ആയിരിക്കും. ഇൻ കേസ് അതല്ലെങ്കിൽ അത് പോയി എനേബിൾ ചെയ്യാം. ഇതിപ്പോൾ എനേബിൾ ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. നമ്മുടെ ഫോണിൽ സെറ്റിംഗ്സ് എടുത്തിട്ട് അതിനകത്ത് സെക്യൂരിറ്റി എടുത്തിട്ട് ഫൈൻഡ് മൈ ഡിവൈസ് സംഭവമുണ്ട്, അതെടുക്കുക, അത് എനേബിൾ ചെയ്യുക, അത്രേ ഉള്ളൂ. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗൂഗിൾ അക്കൗണ്ട്, നമ്മുടെ ഫോണിൽ ലോഗിൻ ആയിട്ടുള്ള ഗൂഗിൾ അക്കൗണ്ട് നമ്മളൊരു ആൾട്ടർനേറ്റ് നമ്പർ കൊടുക്കുക. ഈ OTP ഒക്കെ അയച്ച് വെരിഫൈ ചെയ്യാൻ ഒരു ആൾട്ടർനേറ്റ് നമ്പർ കൊടുക്കുക. അതും ഈ നമ്പർ സെയിം ഫോണിലായിരിക്കരുത്, മറ്റേതെങ്കിലും ഫോണൊന്നെങ്കിൽ അമ്മയുടെ അച്ഛൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഫ്രണ്ട്സിൻ്റെയോ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരാൾ നമ്പർ കൊടുക്കുക. ഇനി ഇതെങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ലെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു നല്ല ഈസി ആയിട്ടുള്ള യൂട്യൂബ് വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചെയ്തേക്കാം. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെല്ലാവരുടെയും ഫോണിൽ ലോക്ക് സ്ക്രീൻ ആണ്. നമ്മൾ പിന്നോ പാസ്വേഡ് എന്തെങ്കിലും ലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബൈ ഡിഫോൾട്ട് ഒരു ഫോൺ എടുത്തിട്ട് നമ്മൾ ലോക്ക് ഉണ്ടായി പോലെ ഇപ്പോൾ ലോക്കാണ്, നമ്മുടെ ലോക്ക് സ്ക്രീൻ കിടക്കുന്നുണ്ടോ. അപ്പോൾ ലോക്ക് സ്ക്രീനിൽ നമ്മൾ മേളിൽ നിന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ബാർ കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഉണ്ട്, ഞാൻ ഇപ്പോൾ വൈഫൈയിൽ കണക്റ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡാറ്റ എനിക്ക് ഓൺ ചെയ്യാം. അപ്പം എൻ്റെ ഫോൺ ഡാറ്റ ഓൺ ആയിരുന്നെങ്കിൽ ഒരാൾക്ക് വന്ന് ക്ലിക്ക് ചെയ്യാതെ ഡാറ്റ ഓഫായി. ഇനി ഈ പറഞ്ഞ ഫൈൻഡ് മൈ ഡിവൈസും കാര്യം ഒന്നും നടക്കില്ല. അതുപോലെ ഫ്ലൈറ്റ് മോഡ് ഉണ്ട്. ഫ്ലൈറ്റ് മോഡ് ഓൺ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ട്രാക്കിംഗ് ഒന്നും നടക്കില്ല, വിളിച്ചു കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് എന്ന് പറയും. സോ ഈ ഒരു സംഭവം ഓഫ് ചെയ്യണം. അതായത് ലോക്ക് സ്ക്രീനിൽ നിന്ന് ഒരിക്കലും സ്വൈപ്പ് ചെയ്യുമ്പം ഈ നോട്ടിഫിക്കേഷൻ ബാർ വരരുത്. സോ ഇത് ഓഫ് ചെയ്യണം. ഇത് ഓഫ് ചെയ്യാൻ മിക്ക ഫോൺസും സപ്പോർട്ടഡ് അല്ല, അതാണ് ഒരു പ്രശ്നം. ചില ഫോൺസ് ഇപ്പോൾ എൻ്റെ ആണ്, ഐക്യൂവിനകത്ത് ആ ഒരു ഓപ്ഷൻ ഉണ്ട്, റെഡ്മിക്ക് അതൊരു ഓപ്ഷൻ ഉണ്ട്, മറ്റ് ഫോൺസിൽ ഏതൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട് ഇപ്പോൾ എൻ്റെ ഫോണിൽ അതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ സെറ്റിംഗ്സ് എടുക്കുക, അതിനകത്ത് ലോക്ക് സ്ക്രീൻ വാൾപേപ്പർ എടുക്കുക, അതിൽ ലോക്ക് സ്ക്രീൻ സെറ്റിംഗ്സ് എടുക്കുക, അതിൽ ഓപ്പൺ കൺട്രോൾ സെൻറ്റർ ഫ്രം ദ ലോക്ക് സ്ക്രീൻ എന്ന സംഭവമുണ്ട്, അത് എനേബിൾഡ് ആയിരിക്കും, അത് ഡിസേബിൾ ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ലോക്കായ സ്റ്റേറ്റിൽ ഇത് വലിച്ചു കഴിഞ്ഞാൽ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും വരില്ല. അപ്പോൾ ആ ഒരു സംഭവം ഓഫ് ചെയ്തിടുക. ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവാൻ സമ്മതിക്കരുത്. സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ട്രാക്കിങ് കാര്യങ്ങൾ നടക്കില്ല. സോ സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ട് ആൾക്കാർ എന്ത് ചെയ്യും, ഇതിനൊക്കെ ലോക്ക് സ്ക്രീൻ എടുക്കുന്നു, അതിനകത്ത് പവർ ബട്ടൺ ഞെക്കി പിടിച്ചാൽ ഈ സ്വിച്ച് ഓഫിൻ്റെ ഒക്കെ ഒരു ഓപ്ഷൻസ് ഉള്ള മെനു വരും. അതിനകത്ത് നമുക്ക് പവർ ഓഫ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫോൺ സ്വിച്ച് ഓഫ് ആവും, പിന്നെ ഈ ട്രാക്കിംഗ് നടക്കില്ല. അപ്പോൾ ഈ ഒരു മെനു ഉണ്ടല്ലോ, ഈ പവർ മെനു വരുന്നത് ഡിസേബിൾ ചെയ്യാം. അപ്പോൾ ഇതും മിക്ക ഫോൺസിലും ഇല്ല, എല്ലാ ഫോണിൻ്റെയും സോഫ്റ്റ്വെയറിൽ സപ്പോർട്ട് ചെയ്തില്ല. സോ ഇത് എൻ്റെ ഫോണിൽ, അതായത് ഐക്യൂൻ്റെ സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണക്ക് നമ്മുടെ ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക, അതിൽ പ്രൈവസി എടുക്കുക, അതിൻ്റെ അകത്ത് അൺലോക്ക്ഡ് പവർ ഓഫ്
അത് എനേബിൾ ചെയ്യുക. അതായത് ഫോൺ അൺലോക്ക് ചെയ്താലേ പവർ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ആ സംഭവം എനേബിൾ ചെയ്യുക. സോ ഇപ്പോൾ ഈ പറഞ്ഞ ഈ സ്റ്റെപ്പും ഇനി ലോക്ക് സ്ക്രീനകത്ത് ആ കൺട്രോൾ സെൻറ്റർ ഡിസേബിൾ ചെയ്യുന്ന സാധനവും മിക്ക ഫോണിൽ ഞാൻ പറഞ്ഞല്ലോ, മിക്ക ഫോണിൽ അതില്ല. അപ്പോൾ അത് ചെയ്യാൻ ഒരു തേർഡ് പാർട്ടി ആപ്പ് ഉണ്ട്. അത്ര പെർഫെക്റ്റ് അല്ല, ബട്ട് എന്നാലും അത്യാവശ്യം വർക്ക് ചെയ്യുന്നുണ്ട്. ആ ആപ്പിൻ്റെ പേരാണ് സെർബറസ് ലോക്ക് സ്ക്രീൻ പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞ ഈ ആപ്പ്. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലോക്ക് സ്ക്രീനിൽ പവർ ഓപ്ഷൻസ് വരുന്നത് അതായത് കൺട്രോൾ സെൻറ്റർ ഓപ്പൺ ആവുന്നതൊക്കെ നമ്മൾ ഡിസേബിൾ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ആപ്പ് അത്ര പെർഫെക്റ്റ് അല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മേ ബി എൻ്റെ ഐക്യൂൻ്റെ സോഫ്റ്റ്വെയർ ഇൻ്റർഫിയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ഫോണിൽ ചിലപ്പം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഇതിപ്പോൾ എൻ്റെ ഫോൺ ലോക്ക്ഡ് ആണെങ്കിൽ ലോക്ക് ചെയ്ത സ്റ്റേറ്റിൽ ഞാൻ കൺട്രോൾ സെൻറ്റർ മേലോട്ട് വലിക്കുകയാണെങ്കിൽ തന്നെ സ്ക്രീൻ അങ്ങ് ഓഫ് ആയി പോകും. അതായത് നമുക്കവിടെ റിയാക്ട് ചെയ്യാനുള്ള ടൈം കുറയുന്നു. ബട്ട് മേ ബി ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. നോക്കട്ടെ, വൈഫൈ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല, ഡാറ്റ ഓൺ ഇല്ല. അപ്പം അത്യാവശ്യം സേഫാണ്. ഇത് കൺട്രോൾ സെൻറ്റർ റിവൈൻഡ് ചെയ്യുന്നുണ്ട്. ഇനി അത് കണക്ക് ഞാൻ പവർ ബട്ടൺ ഞെക്കി പിടിക്കുക, സ്ക്രീൻ അങ്ങ് ഓഫ് ആവും. അതായത് ആ പവർ മെനു വരില്ല, പകരം സ്ക്രീൻ അങ്ങ് ഓഫ് ആവും. അതായത് ബേസിക്കലി എൻ്റെ പാസ്വേഡ് വെച്ച് ഇത് അൺലോക്ക് ചെയ്താലേ ഫോൺ റീബൂട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ. ഫോൺ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പവർ ഓപ്ഷൻസ് വരുന്നുണ്ട്, അത് കണക്ക് ലോക്ക് സ്ക്രീനിൻ്റെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ആ ഒരു തേർഡ് പാർട്ടി ആപ്പ്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം സെക്യൂർ ആവാം. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും ആൻഡ്രോയിഡ് ഒരു സേഫ്റ്റി ഫീച്ചർ ഉണ്ടല്ലോ, അതായത് ഈ ഒരു പവർ ബട്ടൺ നമ്മൾ കുറേ നേരം ഞെക്കി പിടിച്ചാൽ ഫോൺ ഫോഴ്സ് റീസ്റ്റാർട്ട് ആവുമല്ലോ എന്ന്. ബട്ട് അതും ഇതിൽ സംഭവിക്കുന്നില്ല. അതൊരു നെഗറ്റീവായിട്ടും പറയാം, പോസിറ്റീവായിട്ടും പറയാം. അത് ആൾക്കാർക്ക് ഫോഴ്സ് റീബൂട്ട് ചെയ്ത് റിക്കവറി മോഡിൽ കയറി വൈപ്പ് ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റുന്നില്ല. പിന്നെ ഒരു നെഗറ്റീവ് എന്ന് പറയാൻ നമ്മുടെ ഫോൺ ഇൻ കേസ് ഫ്രീസ് ആയാലും നമുക്ക് ലോക്ക് സ്ക്രീൻ വെച്ചാണ് ഫ്രീസ് ആയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും. അപ്പോൾ ആ ഒരു കാര്യം നോട്ട് ചെയ്യുക. പിന്നെ ഈ ആപ്പ് ഫ്രീ ആണ്, ആഡ്സ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ആപ്പ് യൂസ് ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ ആപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യും. ഇനി ഞാൻ പറഞ്ഞില്ല, ഞാൻ ബാറ്ററി ഒരുപാട് പോകുന്നു അങ്ങനെയൊന്നും പറയരുത്. അതങ്ങനെയാണ്, ഒരു ആപ്പ് എപ്പോഴും എക്സ്ട്രാ ആയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യും. സോ അപ്പോൾ അത്രയ്ക്കുള്ള ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ അത്യാവശ്യം ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യങ്ങളുണ്ട്, ഫോണിൻ്റെ സിം ഊരിയാൽ പിന്നെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ഫൈൻഡ് മൈ ഡിവൈസ് നെറ്റില്ലല്ലോ, അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇൻ കേസ് അത്രയൊരു ഐഡിയ ഉള്ള ഒരാളല്ല ഇത് എടുത്തെങ്കിൽ നമുക്ക് ഫോൺ ട്രാക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. കുറച്ചുകൂടെ, അതായത് നേരത്തെ ഉണ്ടായിരുന്നത് കുറേ കൂടെ സെക്യൂർ ആയിട്ട് നമുക്ക് ഫോൺ കീപ്പ് ചെയ്യാം. സോ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതിനകത്ത് വീഡിയോക്ക് ഇനിയും കാണുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ സേഫ്, ബൈ. അതുകൂടാതെ റീസെൻ്റ്ലി എൻ്റെ ഫോണിന് ഒരു ഫ്രണ്ട് നഷ്ടപ്പെട്ടു.